കേരളത്തിൻ്റെ അക്ഷരനഗരിയാണ് കോട്ടയം. കേരള കോൺഗ്രസുകളുടെ വത്തിക്കാനാണ്. ഇത്തവണ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് രണ്ട് കേരള കോൺഗ്രസുകളാണ്. നിലവിലെ കോട്ടയം എം പി തോമസ് ചാഴികാടനും മുൻ ഇടുക്കി എം പി കെ ഫ്രാൻസിസ് ജോർജുമാണ് ഇരുമുന്നണികൾക്കുമായി ഇവിടെ ഏറ്റുമുട്ടുന്നത്. BDJ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നു. പരമ്പരാഗതമായി UDFനെയും LDFനെയും മാറി മാറി പിന്തുണച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് കോട്ടയം. എക്കാലവും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും കോട്ടയായിരുന്നു കോട്ടയം. എന്നാൽ ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിലും 1984 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി K സുരേഷ് കുറുപ്പ് കോട്ടയത്ത് നിന്ന് വിജയിച്ചു കയറി. അതുകൊണ്ട് കോട്ടയം ആരുടെയും സ്വന്തം കോട്ടയല്ല. കോട്ടയത്തെ ജനങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്. ആരെ വിജയിപ്പിക്കണമെന്ന്, ആരെ പരാജയപ്പെടുത്തണമെന്ന്. അതുതന്നെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും കോട്ടയത്തെ ജനവിധിയിൽ പ്രതിഫലിക്കുക. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച തോമസ് ചാഴികാടനാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. UDF ഇത്തവണ മത്സരിപ്പിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവും മുൻ മന്ത്രിയുമായിരുന്ന KM ജോർജിൻ്റെ പുത്രൻ K ഫ്രാൻസിസ് ജോർജിനെയാണ്. ഇടുക്കി MP എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ അദ്ദേഹം കോട്ടയത്തേക്ക് ചുവടുമാറുമ്പോൾ തോമസ് ചാഴികാടന് എതിരായ ഒരു ശക്തമായ മത്സരമാണ് ഇവിടെ UDFന് കാഴ്ചവെക്കാൻ സാധിച്ചത്. NDAയ്ക്കായി ഇത്തവണ മത്സരിക്കുന്നത് BDJS നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ഈഴവ സമുദായത്തിലടക്കം നിർണായക സ്വാധീനവും പിന്തുണയുമുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ മത്സരമാണ് ഇത്തവണ കോട്ടയത്തിൻ്റെ മത്സരത്തെ ഏറെ പ്രസക്തമാക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി പിടിക്കുന്ന വോട്ടുകളാണ് സത്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയപരാജയത്തെ നിർണ്ണയിക്കാൻ പോകുന്നത്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്ന ഏറ്റുമാനൂരിലെയും വൈക്കത്തെയും വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് സാധിക്കുമെന്നുറപ്പാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ വിജയ സാധ്യതയെ ഗണ്യമായി കുറയ്ക്കും എന്നുള്ളത് തീർച്ചയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം K ഫ്രാൻസിസ് ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ ആവേശമാണ് ആദ്യഘട്ടത്തിൽ നൽകിയത്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിനകത്തുണ്ടായ അസ്വാരസ്യങ്ങൾ UDFൻ്റെ പ്രചരണത്തിൽ മങ്ങലേൽപ്പിച്ചു എന്നുള്ളത് വാസ്തവമാണ്. NDAയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ PC തോമസ് നേടിയ 1.5 ലക്ഷത്തിൽ നിന്നും വോട്ട് 2.5 ലക്ഷമോ 3 ലക്ഷമോ ആയി വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യമാണ് അവർ ഇടുന്നത്. UDF വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് എത്തിച്ചേർന്ന തോമസ് ചാഴികാടൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത് മുൻ എതിരാളിയായ VN വാസവനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായി രാഷ്ട്രീയ പ്രചരണം നടത്താൻ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് അവരുടെ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ ആധാരം. കോട്ടയം ജില്ലയിലെ പാല, കടുത്തുരുത്തി, പുതുപ്പള്ളി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം നിയമസഭാ മണ്ഡലവും എറണാകുളം ജില്ലയിലെ പിറവവും ചേരുന്നതാണ് ഇന്നത്തെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും സുരേഷ് കുറുപ്പും രമേശ് ചെന്നിത്തലയും സ്കറിയ തോമസുമൊക്കെ പാർലമെൻറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിന്നും ഏറെ രാഷ്ട്രീയമായി മാറിയ മണ്ഡലമാണ് ഇന്ന് കോട്ടയം പാർലമെൻറ്റ്. UDFിൽ നിന്നും LDFിലേക്ക് ചേക്കേറിയ കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് വീണാൽ അത് LDFന് അനുകൂലമാകും. എന്നാൽ ആ വോട്ടുകൾ UDFിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് UDFനാണ് കൂടുതൽ സാധ്യത നൽകുന്നത്. മാത്രമല്ല, ക്രൈസ്തവർക്കിടയിൽ നടക്കുന്ന BJPക്ക് അനുകൂലമായിട്ടുള്ള അനുരണനങ്ങൾ BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഇത്തരത്തിൽ ഏറെ താല്പര്യജനകമായ ഒരു റിസൾട്ടാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങൾ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും 50,000-ലധികം ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി K ഫ്രാൻസിസ് ജോർജ് വിജയിക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്.